കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു MLA ഉണ്ടല്ലോ, വിദഗ്ധനായ MLA, അഭിപ്രായത്തെ അംഗീകരിച്ച ആളാ അദ്ദേഹം. അത് ശരിയാണെന്ന് പറഞ്ഞ ആളാ, ഒരിക്കലും തെറ്റാന്ന് പറഞ്ഞില്ല. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം, രാഹുൽ ഗാന്ധി RSSന് കീഴടങ്ങുന്നു, രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് വിമർശിക്കുന്ന ആളുകൾ RSSനും BJPക്കും അധികാരമുള്ള അല്ലെങ്കിൽ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ പോയി അവർക്കെതിരെ പ്രസംഗിക്കണ്ടേ? ഒരു മണ്ഡലത്തിൽ, ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിലും അദ്ദേഹം പോയില്ല. മാത്രവുമല്ല, ഒരു ചികിത്സയ്ക്ക് പോകണേ എനിക്ക് മനസ്സിലാക്കാം, ഇത് ചികിത്സയ്ക്കല്ല, സുഖവാസത്തിനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ഒന്നും പോണ്ട കാര്യമില്ല. അപ്പോൾ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും സുഖവാസത്തിന് പോകുന്ന, തീർത്തും അനൗദ്യോഗികമായ കാര്യങ്ങൾക്ക് പോകുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും പറയാൻ പറ്റില്ല. കാരണം ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ സുഖവാസത്തിന് ആരും പോകില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, അദ്ദേഹം എന്തുകൊണ്ട് 21ാമത്തെ കേരളത്തിന് പുറത്തുള്ള ഒരു മണ്ഡലത്തിൽ പോലും അദ്ദേഹം പോയി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്തിയില്ല എന്ന ചോദ്യം, ആ ചോദ്യം അദ്ദേഹത്തെ രാഷ്ട്രീയമായി വലിയ കുടുക്കിലാക്കുന്നതാണ്.